പ്രിയപ്പെട്ടവരെ, നക്ഷത്രങ്ങളുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി പരിശോധിച്ചിട്ട് 2026 ഏപ്രിൽ മാസം 1-ാം തീയതി തൊട്ട് ഈശ്വരാനുകൂല്യം വർദ്ധിക്കുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഈശ്വരാനുകൂല്യം എന്ന് പറയുന്നത് ഭഗവാൻ നമുക്ക് അധീനത്തിലാകുന്ന ഒരു അവസരമാണ്. എത്രയായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലും ചില സമയത്തൊന്നും ഈശ്വരാനുകൂല്യം നമുക്ക് കിട്ടുകയില്ല. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ കുടുംബക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുക, ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കും, പക്ഷേ ഈശ്വരന് വിപരീതമായിട്ടുള്ള ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്യും. അതുപോലെ പൂർവ്വജന്മാർജിതമായിട്ടുള്ള ചില പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരും. പിന്നെ ബ്രഹ്മരക്ഷസുകൾ, മറ്റ് നെഗറ്റീവുകളുടെയൊക്കെ സാന്നിധ്യം ഗൃഹരാശിയിൽ വരുമ്പോഴൊക്കെ ഈശ്വരാധീനം കുറയും. പിന്നെ ചില നെഗറ്റീവായിട്ടുള്ള പ്രയോഗങ്ങൾ, അത്തരം കാര്യങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന് ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോവുക. അങ്ങനെ പല തരത്തിലുണ്ട് കാര്യങ്ങൾ. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ ഗ്രഹസ്ഥിതിയിൽ ഈശ്വരാധീനം തെളിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ എന്നിട്ടും പൂർണ്ണമായിട്ട് ഈശ്വരാധീനം കിട്ടാതെ പോവുകയാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ കൂടി നമുക്ക് ഇതിൽ പറയാം. 2026 ഏപ്രിൽ മാസം 30-ാം തീയതിക്കുള്ളിൽ ഈ ഈശ്വരാധീനം പൂർണ്ണ നിലയിൽ നമ്മൾ വരുത്തി തീർക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള കാലയളവിൽ കൂടുതൽ ഗുണം കൈവരിക്കാൻ കഴിയുക. അപ്പൊ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനതിനെ കൂറിന്റെ അടിസ്ഥാനത്തിൽ പറയാം കേട്ടോ. ആദ്യത്തേത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൽ കാല് ഇവ ചേർന്നിട്ടുള്ളതാണ് ചിങ്ങക്കൂറ്. ഇവർക്ക് ഈശ്വരാധീനം വന്നു ചേരുന്ന ഒരു കാലയളവാണ്. കാര്യം കുറെ കാലമായിട്ട് ഇവരുടെ ചില പദ്ധതികളൊക്കെ അങ്ങനെ തടഞ്ഞടഞ്ഞ് നിൽക്കുകയാണ്. ഒന്നിനൊരു പുരോഗതി വരാത്തൊരു അവസ്ഥ കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയെടുക്കാൻ ഈ ഈശ്വരാധീനം മൂലം കഴിയുന്നതാണ്. വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് ഇത് ഗുണപ്രദമാണ്. പുതിയ വാഹനങ്ങൾ ലഭ്യമാകുക, പുതിയ വീട് പണി ആരംഭിക്കുക തുടങ്ങിയവയ്ക്കൊക്കെ കാലം ഗുണകരമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഉപരിപഠനത്തിന് ആവശ്യമുള്ള അവസ്ഥകളൊക്കെ ഈ ഒരു കാലയളവിൽ സിദ്ധിക്കുന്നതാണ്. ഏറ്റെടുത്ത കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കാനുള്ള യോഗം കാണുന്നുണ്ട്. നമുക്കെതിരെയുള്ള ആരോപണങ്ങൾ ചിലർ ഉന്നയിച്ചാൽ അത് തിരിഞ്ഞടിക്കുകയും അവർക്ക് തന്നെ അപമാനകരമായിട്ട് മാറുന്ന ഒരു അവസ്ഥ ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ്. സർക്കാർ തലത്തിലുള്ള ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ആനുകൂല്യവും കിട്ടുന്നതാണ്. അടുത്ത കൂറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല നിത്യേന രാവിലെ നിങ്ങൾക്ക് ആവശ്യമുള്ള അറിവുകൾ നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭ്യമാവുകയും ചെയ്യുന്നതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിന്റെ അവസാന കാൽഭാഗം, അനിഴം, കേട്ട ഇവ ചേർന്നിട്ടുള്ളതാണ് വൃശ്ചികക്കൂർ എന്ന് പറയുന്നത്. ഇവർക്ക് പൊതുരംഗത്ത് നേട്ടം ഉണ്ടാക്കുന്ന ഒരു കാലയളവാണ്. തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാക്കാനുള്ള ഈശ്വരാധീനം കിട്ടുന്നുണ്ട്. കുടുംബത്തിനകത്ത് മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള ആനുകൂല്യങ്ങൾ കാണുന്നുണ്ട്. വളരെ അത്ഭുതകരമായിട്ട് വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാനുള്ള അവസ്ഥയും കാണുന്നുണ്ട്. ഏറ്റെടുത്ത കർമ്മങ്ങൾ പൂർത്തിയാക്കാനുള്ള അവസരം മറ്റു പലരുടെ സഹായത്തോടെ കഴിയുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും അത് വിജയത്തിൽ കൊണ്ടുവരാനും കഴിയുന്നതാണ്. കിട്ടുകയില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ കൈവെള്ളയിൽ വന്നു ചേരാനും യോഗം കാണുന്നുണ്ട്. അബദ്ധത്തിൽ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ നമുക്ക് തിരിച്ചടികൾ ഉണ്ടാക്കുമെങ്കിലും ചില ഭാഗ്യാനുകൂലങ്ങൾ കൊണ്ട് അതിൽ നമുക്ക് വലിയ കേടുപാടുകളൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടു പോരാനും കഴിയുന്നതാണ്. ഭവന നിർമ്മാണത്തിന് അനുകൂല അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആരംഭിക്കാൻ വൈകിയത് മൂലം ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന മേഖലയിൽ ഈശ്വരാനുകൂല്യം കൊണ്ട് ഒന്ന് മംഗളകരമായിട്ട് വിഷയങ്ങൾ എത്തിച്ചേരാൻ സാധ്യത കാണുന്നുണ്ട്. പൊതുരംഗത്ത് ശോഭിക്കാനുള്ള ഗുണം കാണുന്നുണ്ട്. പുതിയ ചികിത്സയിലൂടെ രോഗശമനം കൈവരുന്നതാണ്. വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം മൂലം തട്ടിമാറിപ്പോയ ചില ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു കാലയളവിൽ തിരികെ ലഭിക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള മാർഗങ്ങളും ഈ കാലയളവിൽ കൈവരുന്നതാണ്. ഇനി അടുത്ത് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം, അര ഇവ ചേർന്നിട്ടുള്ളതാണ് ഇടവക്കൂറ്. ഈ കൂറുകാർക്ക് നേരിട്ടുകൊണ്ടിരുന്ന ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചില പുതിയ മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. പുതിയ തൊഴിൽ മേഖലയിലുണ്ടായിരുന്ന സംഘർഷങ്ങൾ ശമിപ്പിച്ചു കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതാണ്. തൊഴിൽ നഷ്ടമായി പോയിട്ടുള്ളവർക്ക് പുതിയ തൊഴിൽ നേടിയെടുക്കാനുള്ള അനുകൂല്യമായിട്ടുള്ള അവസരങ്ങൾ കൈവരുന്നതാണ്. ബന്ധുമിത്രാദികളിൽ ഒരാൾക്കുണ്ടാകുന്ന പ്രയാസത്തെ മറികടക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പിന്നീട് നന്ദി സൂചകമായിട്ട് അവർ പ്രതിഫലേച്ഛയില്ലാതെ ചില കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. കുടുംബത്തിൽ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. ദീർഘകാലമായിട്ട് നടക്കാതിരുന്ന വസ്തുക്കച്ചവടത്തിൽ ചില തീരുമാനങ്ങൾ എത്തിച്ചേരുന്നതാണ്. അടുത്ത കൂറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ
ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാകുക. എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാൻ കഴിയുക. അതും പ്രയോജനപ്പെടുത്തുക. ഇനി അടുത്ത മിഥുനക്കൂറാണ്. മകേര അര, തിരുവാതിര, പുണർത്തത്തിൽ മുക്കാല് ഇത്രയും ചേർന്നിട്ടുള്ളതാണ് മിഥുനക്കൂറ്. ഈ കൂറുകാർക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഈശ്വരാധീന വർധനവിലൂടെ സംഭവിക്കുന്നത്. അവരുടെ പരദേവത പ്രീതി കൂടി വരും. ഗൃഹനിർമ്മാണം, വീട് പുതുക്കിപ്പണിയൽ തുടങ്ങിയവയ്ക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണ്. പണയം വെച്ചിരിക്കുന്ന സ്വർണ്ണമൊക്കെ തിരികെ എടുക്കാനുള്ള ആനുകൂല്യം കൈവരുന്നതാണ്. പുതിയ ബന്ധുമിത്രാദികളെ സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. വളരെ കാലമായിട്ട് അകന്നിരുന്ന പല ബന്ധുക്കളെയും കണ്ടുമുട്ടാനും അവരുടെ സഹായം സ്വീകരിക്കാനും കഴിയുന്നതാണ്. തൊഴിൽ സ്ഥലത്തുണ്ടായിരുന്ന പ്രയാസങ്ങൾ മറികടക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേട്ടം സംഭവിക്കുന്നതാണ്. പഠിതാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാകുന്നതാണ്. കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഈശ്വരാധീനം വർദ്ധിക്കുന്നതുകൊണ്ടുള്ള പൊതുവിലുള്ള നേട്ടങ്ങളാണ് പറയുന്നത്. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് എല്ലാ വ്യക്തികൾക്കും ഈ ഈശ്വരാധീനം അങ്ങനെ കിട്ടണമെന്നില്ല. നക്ഷത്രത്തിലോ ഗ്രഹത്തിലോ നമുക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് വന്നു എന്ന് പറഞ്ഞ് എല്ലാ വ്യക്തികൾക്കും വരാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ചില സാഹചര്യങ്ങളുണ്ട്. കുടുംബപരമായിട്ടുള്ള, വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ, കുടുംബപരമായിട്ടുള്ള ചില ദോഷങ്ങൾ അങ്ങനെയൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഈശ്വരാനുകൂലം ചില വ്യക്തികൾക്ക് കുറഞ്ഞു. അവർക്കുള്ള ഒരു പരിഹാരം കൂടി ഞാൻ നിർദ്ദേശിക്കാം. കൃത്യമായ രീതിയിൽ വീട്ടിൽ സന്ധ്യാദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം പോയി ജലധാര, പിൻവിളക്ക് ഇവ കഴിപ്പിക്കുക. ശിവക്ഷേത്രത്തിൽ മലയാള മാസം 1-ാം തീയതി തോറും കൂവളത്തില കൊണ്ട് അർച്ചന കഴിപ്പിക്കുക. ഗണപതിക്ക് കർഗമാല സമർപ്പിക്കുക ചതുർത്ഥി തോറും. ശാസ്താക്ഷേത്രത്തില് നീല ശംഖുപുഷ്പത്തിന്റെ മാല ചാർത്തുക. നിത്യവും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച തോറും ദർശനം നടത്തുക. മുതലായവയൊക്കെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ അനുവർത്തിക്കാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറഞ്ഞിരിക്കുന്ന ഈശ്വരാധീനം വർദ്ധിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ ഏപ്രിൽ മാസം 30-നുള്ളിൽ നമുക്ക് ഈ ഈശ്വരാധീന നില പൂർണ്ണമായിട്ട് കൈവരിക്കണം. അപ്പോൾ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ നേരിടുന്നവർ ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ കൂടി ചെയ്ത് മുന്നോട്ട് പോകണം. മാത്രമല്ല ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷ പൂജകളിലും നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അതും പ്രയോജനപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.